നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ബാഴ്സലോണ ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഹുലിയൻ അൽവാരസ് ഡിയേഗോ സിമിയോണി കൂടിക്കാഴ്ച നടന്നിരിക്കുന്നു. ഇന്നത്തെ ദിവസമാണല്ലോ എല്ലാവരും നോക്കിയിരുന്നത്. ആദ്യം തിങ്കളാഴ്ച ഹുലിയൻ അത്ലറ്റിക്കോ മാഡ്രിഡിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് കോച്ചുമായിട്ട് സംസാരിക്കുമെന്നാണ് വാർത്തകൾ വന്നിരുന്നതെങ്കിൽ പിന്നീടാണ് കാര്യങ്ങൾ വ്യക്തമായത്. സിമിയോണി 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് എത്തിയുള്ളൂ. അങ്ങനെ സിമിയോണി ഇന്നെത്തിയിട്ട് ട്രെയിനിങ്ങിന് മുമ്പ് ഹുലിയനും സിമിയോണിയും തമ്മിൽ ചില കാര്യങ്ങൾ സംസാരിച്ചു. ഹുലിയൻ തൻ്റെ ആവശ്യം വ്യക്തമാക്കി, തൻ്റെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കദേന സെറിനെ കോട്ട് ചെയ്തുകൊണ്ട് മുണ്ടോ ഡിപ്പോർട്ടിവോ, കാറ്റലൻ മാധ്യമമായിട്ടുള്ള മുണ്ടോ ഡിപ്പോർട്ടിവോ റിപ്പോർട്ട് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ദി അഫോമെൻഷൻഡ് ബ്രോഡ്കാസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കദേന സെറിനെ അവർ കോട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്, അർജന്റീൻ സ്ട്രൈക്കർ എക്സ്പ്ലെയിൻ ദി സിറ്റുവേഷൻ ടു ദി കോച്ചിനോട് തൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് അർജന്റീൻ സൂപ്പർ താരം ഹുലിയൻ അൽവാരസ് വിശദീകരിച്ചിട്ടുണ്ട്. അതേസമയം സിമിയോണി ഓൾറെഡി തൻ്റെ സ്റ്റാൻഡ് എന്താണെന്നുള്ളത് ശനിയാഴ്ച തന്നെ വ്യക്തമാക്കിയതാണല്ലോ എന്നുകൂടി അവരെടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഹാവിയർ ജി ഗുമാറയുടെ റിപ്പോർട്ട് ഇങ്ങനെയാണ്: ഹുലിയൻ അൽവാരസും ഡിയേഗോ സിമിയോണിയും തമ്മിൽ ട്രെയിനിങ്ങിന് ശേഷം ഒരു തരത്തിലുള്ള മീറ്റിംഗും ഉണ്ടായിട്ടില്ല. പക്ഷേ ട്രെയിനിങ്ങിന് മുമ്പ് അവർ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അദ്ദേഹം ഓൾറെഡി തൻ്റെ പൊസിഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഡിയേഗോ സിമിയോണിയുടെ പൊസിഷൻ എന്താണ് എന്നുള്ളത് കഴിഞ്ഞ ശനിയാഴ്ച തന്നെ സിയോളിൽ വെച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു. അതായത് സിറ്റുവേഷൻ ഈസ് വെരി ക്ലിയർ, ക്ലബ്ബ് ഒരു കൃത്യമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഹുലിയൻ്റെ കാര്യത്തിൽ മിഗോൽ ഏഞ്ചൽ, അതായത് ഗിൽ മാരിൻ ക്ലബിൻ്റെ CEO ഓൾറെഡി ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഹുലിയൻ്റെ കാര്യത്തിൽ സന്തുഷ്ടരാണ്. അപ്പം സ്പോർട്ടിംഗ് പെർസ്പെക്റ്റീവിൽ തീർച്ചയായിട്ടും ഇവിടെ വളരാൻ ഞങ്ങൾ ഹുലിയനെ സഹായിക്കും. അദ്ദേഹം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും നൽകും. ഞങ്ങൾക്ക് കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള മികച്ച പ്രകടനങ്ങളുണ്ട്, അതിനെ വാല്യൂ ചെയ്യേണ്ടതുണ്ട്. അദ്ദേഹം ഒരു മികച്ച താരമാണ് എന്നാണ് ഡിയേഗോ സിമിയോണി തൻ്റെ സ്റ്റാൻഡ് പറഞ്ഞത്. ചുരുക്കത്തിൽ അവർ ആ നിലപാടിൽ നിന്ന് മാറാൻ നിൽക്കുകയാണ്. ഹുലിയൻ അൽവാരസിന് പോകാൻ പറ്റില്ല, ക്ലബിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വലിയ രൂപത്തിലുള്ള സ്ഥാനം കൊടുക്കാൻ തയ്യാറാണ്, അദ്ദേഹത്തെ കൗണ്ട് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ്. മുണ്ടോ ഡിപ്പോർട്ടിവോ ഇപ്പം ഒരു സോഴ്സിന് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് സിമിയോണിയും ഹുലിയൻ അൽവാരസും ഇന്ന് ട്രെയിനിങ് ഗ്രൗണ്ടിൽ വളരെ നേരത്തെ തന്നെ എത്തിയിരുന്നു. മാനേജർ വന്നു. ഇതുവരെ ട്രെയിനിങ്ങിനൊന്നും ഇല്ലാതിരുന്ന താരങ്ങളെ ഇൻക്ലൂഡിങ് ഹുലിയൻ അൽവാരസിനെ, പിന്നെ ബെയ്ന, ലൊറൻറ്റെ എന്നിവരെയൊക്കെ ഗ്രീറ്റ് ചെയ്തു. അതിനുശേഷം കുറച്ച് സമയം ഹുലിയൻ അൽവാരസുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ സ്ട്രൈക്കർ തൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, തനിക്ക് പോകണം എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. ബട്ട് സിമിയോണി അതിനോട് അനുകൂലമായിട്ടല്ല ഇപ്പോൾ ഏതായാലും പ്രതികരിച്ചിരിക്കുന്നത് എന്നതാണ് മുണ്ടോ ഡിപ്പോർട്ടിവോയുടെ റിപ്പോർട്ട്. ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ അടുത്തതെന്ത് എന്നുള്ളതാണ് ചോദ്യം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോജിക്കലായിട്ടുള്ളൊരു കാര്യം അത്ലറ്റിക്കോ മാഡ്രിഡ് തീരുമാനിക്കേണ്ടതുണ്ട്. വെദർ ടു കീപ്പ് എ പ്ലെയർ, വെദർ കീപ്പിംഗ് ഹുലിയൻ അൽവാരസ് എഗെയിൻസ്റ്റ് ഹിസ് വിഷ് ഈസ് റിയലി വർത്ത് ഇറ്റ്. അതായത് താരത്തിന് താല്പര്യമില്ലാതെ അവിടെ കീപ്പ് ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ എന്നുള്ളത് അത്ലറ്റിക്കോ മാഡ്രിഡാണ് തീരുമാനമെടുക്കേണ്ടത്. കാരണം പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, അൺഹാപ്പി ആയിട്ടുള്ളൊരു സ്റ്റാർ, സ്വാഭാവികമായിട്ടൊരു ബിഗ്ഗർ പ്രോബ്ലം ആയിരിക്കും ടീമിൽ. അതിനേക്കാൾ അപ്പുറത്ത് വലിയൊരു സംഖ്യ കിട്ടും. അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ വലിയ സംഖ്യ കിട്ടും. അങ്ങനെ ആ തുക വാങ്ങിക്കാതെ ഒരു പ്രോബ്ലം വെച്ച് മുന്നോട്ട് പോകാനാണോ അത്ലറ്റിക്കോ തീരുമാനിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ചോദ്യം. ബാഴ്സലോണ എന്തായാലും ഇതിൽ പോസിറ്റീവായിട്ടുള്ളൊരു ഒരു നീക്കം ഉണ്ടാവുകയാണെങ്കിൽ, അതായത് അത്ലറ്റിക്കോ മാഡ്രിഡ് ഡോർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിനോട് റിയാക്ട് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുകയുമാണ്. അപ്പോൾ സംഗതി വളരെ ക്ലിയറാണ്. ഇന്ന് സംഭവിച്ചത് എന്താണ്, അതിൻ്റെ ഒരു ടൈം ലൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രെയിനിങ് ഗ്രൗണ്ടിൽ നേരത്തെ ഹുലിയൻ അൽവാരസ് എത്തി, ഡിയേഗോ സിമിയോണിയും എത്തി. ഡിയേഗോ സിമിയോണിയുമായിട്ട് സംസാരിച്ചു, തൻ്റെ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷം നോർമലായിട്ട് ഹുലിയൻ അൽവാരസ് ട്രെയിനിങ് നടത്തി. ഇനീഷ്യലി അദ്ദേഹം വേൾഡ് കപ്പ് ഫൈനലിസ്റ്റുകളായിട്ടുള്ള മറ്റു താരങ്ങളുമായിട്ട് അദ്ദേഹം ഒരുമിച്ചാണ് ട്രെയിനിങ് നടത്തിയത്. കോക്കയും ലെമാറും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം മറ്റ് താരങ്ങളോടൊപ്പം അദ്ദേഹം ട്രെയിനിങ് നടത്തി. ദെൻ സിമിയോണി 2 11കളിൽ വ്യത്യസ്തമായിട്ടുള്ള 2 11കളൊക്കെ ആയിട്ട് ട്രെയിനിങ് നടത്തിയപ്പോൾ അതിലും അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മലാഗക്കെതിരെയുള്ള ആദ്യ മത്സരത്തിനായിട്ടുള്ള പ്രിപ്പറേഷൻ നടക്കുകയാണ്.
അതിൽ ഹുലിയനെ ഉൾപ്പെടുത്തിയിരുന്നു. പിന്നെ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം മറ്റ് ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം മറ്റ് ടീംമേറ്റ്സിനോടൊപ്പം അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതാണ് ഹുലിയൻ ആൽവാരസിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള ഒറ്റ തവണ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ബട്ട് നിലവിൽ അത്ലറ്റിക്കോയുടെ സിമയോണിയുടെ ഒക്കെ നിലപാടെന്ന് പറഞ്ഞാൽ ഹുലിയന് പോകാൻ പറ്റില്ല എന്ന് തന്നെയാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എഴുതാം.